ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ അയമോദകം അല്ലെങ്കിൽ കാരം സൈഡ് ഉപയോഗിക്കുന്നത് വഴി കിട്ടുന്ന ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരുപാട് ആളുകൾ പ്രഗ്നൻസി ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കാം കേട്ടോ. അതിൽ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ പ്രഗ്നന്റ് ആയതിന്റെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ടിപ്സ് എല്ലാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിൽ നിന്ന് എടുക്കുന്ന സ്പൈസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, യോഗ പോസ് ഇതൊക്കെ ചെയ്തിട്ട് പ്രഗ്നൻസി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ പൊതുവെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന അയമോദകത്തിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അയമോദകം നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ്. ഒരു ചെറിയൊരു ജീരകത്തിനേക്കാളും അത്രയുള്ളൊരു വലിപ്പത്തിലുള്ളൊരു ചെറു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒന്നാണ് ഈ അയമോദകം എന്ന് പറയുന്നത്. പലരുടെയും വീട്ടിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അയമോദകം. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട് എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിൽ നിന്ന് ഇത് പ്രിവെന്റ് ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് റെക്കറന്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ചിലർക്ക് സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്, റാഷസ് ഉണ്ടാവുന്നുണ്ട്. അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനുള്ള പല കോമ്പൗണ്ട്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. വജൈനൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ഡോക്ടേഴ്സിന്റെ മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഈ അയമോദകം ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. രണ്ടാമത്തെ ബെനിഫിറ്റ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ചില ആളുകൾക്ക് വയറിൽ എപ്പോഴും ഗ്യാസ് കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ വയറ് ഗ്യാസ് വന്ന് തിങ്ങുന്ന അവസരങ്ങളും പലർക്കും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളത് കുടിച്ചിട്ട് കുറച്ചൊന്ന് വോക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഗ്യാസ് കൂടുതലായിട്ട് വന്ന് തിങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ദഹിച്ച് ശരീരത്തിന് പോകേണ്ട ഭാഗത്തോട്ടെല്ലാം എനർജീസ് ഒക്കെ കൃത്യമായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ പ്രഗ്നൻസി ആകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്ക് ബെറ്റർ ആണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ലങ്സിലോട്ടുള്ള എയർ ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് ചുമയും മറ്റുള്ള അലർജി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ശരീരത്തിൽ വീക്കം അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ ലെവല് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പലരിലും ഒബിസിറ്റി ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഒപ്പം PCOD ഉള്ള ആളുകൾക്കാണെങ്കിലും ഷുഗർ ലെവൽ ശരീരത്തിൽ കൂടാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ PCOD ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അവരുടെ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഷുഗർ ലെവൽ നമുക്ക് ശരീരത്തിൽ കൂടി പോവുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നതിന് അത് കാരണമാവുന്നുണ്ട്. ഒപ്പം നിങ്ങൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ലെവൽ കൂടാനായിട്ട് സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രെയിൻ ഉള്ളവരുണ്ട്. ആ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്കും അതിന്റെ ഒരു ഡെപ്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഒരുപാട് ആളുകൾ മൈഗ്രെയിൻ വരുമ്പോഴേക്കും പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും പ്രഗ്നൻസി നോക്കുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും കൂടുതലായിട്ട് മൈഗ്രെയിൻസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മൈഗ്രെയിൻ വരുമ്പോഴേക്കും ബെറ്റർ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം നമുക്ക് മറ്റുള്ള വയറിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടും അയമോദകം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്ട് ചെയ്യുന്ന തരത്തിൽ പീരിയഡ്സിന്റെ വേദന വരുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകളോ അതുപോലെ അഡിനോമയോസിസ് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നവർ അത് എന്താണ് റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതല്ലാതെ പീരിയഡ്സിന്റെ ക്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല, നോർമൽ ആയിട്ടുള്ള പീരിയഡ്സിന്റെ വേദനയാണ്, അത് കുറച്ച് ഹെവി ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു, അത്ര മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ അയമോദകം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നിങ്ങൾ പെയിൻ കില്ലേഴ്സ് എടുക്കുന്ന സിറ്റുവേഷനിൽ നിന്നും അത് പ്രിവെന്റ് ചെയ്യുന്നു. ഒപ്പം പുരുഷന് കിട്ടുന്ന അടുത്തൊരു ബെനിഫിറ്റ് ആണ് പുരുഷന്റെ സ്പോമിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ളൊരു ബീജം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ.
കോൺടാക്ട് ചെയ്യുന്നതിന് കുറച്ചു നേരം മുൻപാണെങ്കിലും ഈ അയമോദകം എടുക്കുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്പേമിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓവുലേഷൻ സമയം മാക്സിമം എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം സെക്ഷൽ ഡിസ്ഫങ്ഷന് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഇതിലുള്ള അടങ്ങിയിട്ടുള്ള ഫൈബർ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മളിത് കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറ് ഹെവി ആയിട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. വയറ് നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും. അങ്ങനെയാണ് ഇത് ഒരു ഫൈബറിന്റെ കണ്ടന്റ് നമുക്ക് ആ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. PCOD ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഒബിസിറ്റി ഉള്ളവരാണെങ്കിൽ, അതായത് ശരീരഭാരം അവരുടെ ഉയരത്തിനേക്കാളും അനുസൃതമല്ലാതെ ഒരുപാട് കൂടുതൽ ശരീരഭാരം ഉണ്ടെങ്കിൽ അതൊന്ന് ക്രമീകരിച്ചിട്ട് പ്രഗ്നൻസി നോക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കൂടുതൽ വണ്ണം നമുക്ക് കൂടിക്കഴിഞ്ഞാലോ ഫാറ്റ് ഇഷ്യൂസ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാലോ നമ്മുടെ പ്രഗ്നൻസി അത് അഫക്ട് ചെയ്യും. ഒരുപാട് നാളുകൾ പ്രഗ്നൻസി നീണ്ടുപോകും. അങ്ങനെയുള്ള ആളുകൾ വെയിറ്റ് ഒക്കെ ഒന്ന് കുറച്ചതിന് ശേഷം പ്രഗ്നൻസി നോക്കുന്നത് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ പീരിയഡ്സിലെ ഇറഗുലാരിറ്റീസ് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ചില ആളുകൾക്ക് പീരിയഡ്സ് കൃത്യമായിട്ട് വരാറില്ല. ഏത് ദിവസമാണ് പീരിയഡ്സ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും നമ്മുടെ കമന്റ്സിൽ പറയുന്നുണ്ട് എനിക്ക് ഇറഗുലർ ആണ് പീരിയഡ്സ് എന്ന് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലെന്ന്. ചിലർ ശരിക്കും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പീരിയഡ്സ് എപ്പോഴെങ്കിലും വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിക്കോളും, എങ്ങനെയാണ് പലരും വിചാരിച്ചു വെക്കുന്നത്. ശരിക്കും നമുക്ക് കൃത്യമായിട്ടൊരു ദിവസം പറയാൻ പറ്റാത്ത തരത്തിലാണ് നിങ്ങളുടെ മെൻസ്ട്രേഷൻ പോകുന്നതെങ്കിൽ അത് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളാണ്. ഇത് നമുക്ക് പീരിയഡ്സിന്റെ ദിവസം കണ്ടുപിടിക്കാൻ പറ്റാത്തത് മാത്രമല്ല ഇതിന്റെ ഒരു ഡ്രോബാക്ക്. നേരെ മറിച്ച് ഓവുലേഷൻ നമുക്ക് കൃത്യമായിട്ട് നടക്കില്ല. ഇനി നടന്നു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഏകദേശം നമ്മുടെ ഫോളിക്കുലാർ ഫേസും ലൂട്ടിയൽ ഫേസും പ്രോപ്പർ ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഓവുലേഷനും അതുപോലെ ഇംപ്ലാന്റേഷനും കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. പീരിയഡ്സ് ആകുന്ന സമയത്ത് റെഗുലാരിറ്റീസ് ഉള്ള ആളുകൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് നീണ്ടുപോകും. അപ്പോൾ 21-നും 35-നും ഇടയിലല്ല നിങ്ങളുടെ മെൻസ്ട്രേഷൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഒപ്പം നിങ്ങൾ ഡോക്ടറെ കൂടി കാണണം. എന്തുകൊണ്ടാണ് പീരിയഡ്സ് ഇറഗുലർ ആയി പോകുന്നത് എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ വയറിൽ ഗ്യാസ് തിങ്ങുന്നത് ഇത് കുറയ്ക്കുന്നു. ഒപ്പം നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നു. ഇതെല്ലാം കൂടി കണക്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ അത് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശരീര അവയവങ്ങൾക്ക് എന്തെങ്കിലും വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതോ നമുക്ക് കൂടുതലായിട്ടും വൈറൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ ആ ഒരു ഓവുലേഷൻ നടക്കുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതെല്ലാം ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് ക്ലിയർ ആയി കിട്ടുമ്പോഴേക്കും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇത് നിങ്ങളുടെ ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിനും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം യൂറിനറി ഇൻഫെക്ഷൻസ് റെക്കറന്റ് ആയിട്ട് വരുന്നവർക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴേക്കും പ്രഗ്നൻസി നീണ്ടു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് 2 തവണ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഒരിക്കലും നിങ്ങളുടെ പ്രഗ്നൻസി അഫക്ട് ചെയ്യില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രഗ്നൻസി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ അയമോദകം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡൗട്ട്സ് നോക്കാം. എപ്പോൾ മുതൽ എപ്പോൾ വരെ ഉപയോഗിക്കണം, ഒപ്പം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓവുലേഷൻ സമയം വരെ മാത്രം നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി. പീരിയഡ്സ് മുതൽ നിങ്ങളുടെ ആ ഒരു മെൻസ്ട്രേഷൻ തുടങ്ങുന്ന സമയം മുതൽ നിങ്ങൾക്ക് ഓവുലേഷൻ സമയം വരെ ഇത് ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് എത്രത്തോളമാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അയമോദകം നമ്മളൊരു പാക്കറ്റ് നമുക്ക് സാധാരണ ഒരു പ്രൊവിഷണൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അതിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങൾ ചിലർ വറുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അതായത് നമ്മൾ ചട്ടിയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കുന്നവരുണ്ട്. അങ്ങനെ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കുടിക്കാൻ എടുക്കുന്ന വെള്ളത്തിലോട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് 1/2 ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിച്ചിട്ട് നിങ്ങളിത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.